ഹലോ എവരി വൺ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 30 ഡേയ്സിൻ്റെ ചാലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ബട്ട് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കുറച്ച് ദിവസത്തെ ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസമല്ല, ഇനി അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ LDCക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് തിരുവനന്തപുരക്കാരോട്. കാരണം അവർക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ 30 ഡേയ്സ് ചാലഞ്ചിൽ ഒതുങ്ങുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടങ്ങാൻ ലേറ്റായത്. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പോൾ 30 ദിവസങ്ങൾ. ഈ 30 ദിവസങ്ങളിൽ തന്നെ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പിക് വൈസായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നാളെ മുതൽ. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് നോട്ടിഫിക്കേഷനും എല്ലാം നോക്കുക. എന്നാൽ ഇതിൽ പറയുന്ന രീതിയിലുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ 1, 2, 3, 4, 5 ഏതൊക്കെയാണ്? പൊതുവിജ്ഞാനം, ആനുകാലികം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയാണ് നമ്മുടെ ടോപ്പിക്കുകൾ അല്ലേ? 24 മണിക്കൂർ അതെല്ലാവർക്കും ഒരുപോലെയാണല്ലേ? ഈ 24 മണിക്കൂർ പലർക്കും പല പോലെയാണല്ലേ? ടോപ്പിക്ക് തീർക്കുന്നതോടൊപ്പം റിവിഷൻ ചെയ്യാനും നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിലേ നമുക്ക് LDC നേടാൻ കഴിയുള്ളൂ. 10 മണിക്കൂർ വെച്ചിട്ട്, ഒരു ദിവസം 10 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ നോക്കാം. 10 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 ടോപ്പിക്ക്. ഈ 5 ടോപ്പിക്കിൽ ഓരോ ടോപ്പിക്കും പഠിക്കാം 10 മണിക്കൂറിലൊക്കെ. ഈ 2 മണിക്കൂർ പൊതുവിജ്ഞാനം, 2 മണിക്കൂർ ആനുകാലികം, 2 മണിക്കൂർ മാത്സ്, 2 മണിക്കൂർ ഇംഗ്ലീഷ്, 2 മണിക്കൂർ മലയാളം. ചിലരെന്താക്കും 5 മണിക്കൂർ, ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കാൻ നോക്കും ഒരു ടോപ്പിക്ക് അനുസരിച്ചിട്ട്. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 10 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ നോക്കാം. എന്നാലേ വിചാരിച്ച രീതിയിലുള്ള ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. 10 മണിക്കൂറിനെ 2 മണിക്കൂറാക്കി മാറ്റിക്കൊണ്ട് ഈ 5 ടോപ്പിക്ക്, ഞാൻ പറഞ്ഞ 5 ടോപ്പിക്കും 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ നോക്കാം. ഇത് പൊതുവിജ്ഞാനം ഫുള്ളായിട്ട് 2 മണിക്കൂർ കൊണ്ട് തീർക്കാനല്ല, 30 ദിവസം നമുക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ദിവസം 2 മണിക്കൂർ ഒരു ടോപ്പിക്ക്, പൊതുവിജ്ഞാനത്തിൽ ഒരു ടോപ്പിക്ക് എന്ന രീതിയിൽ പഠിക്കാൻ നോക്കാം. ഓക്കെ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു LDC സിലബസിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ. പൊതുവിജ്ഞാനം, ഒന്നാമത് പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിൽ 20 ടോപ്പിക്കുകളുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നത് 20 ടോപ്പിക്കുകളാണ്. ആ 20 ടോപ്പിക്കുകളിൽ ഒന്ന് വെച്ചിട്ട് ഒരു ദിവസം പഠിക്കാൻ നോക്കുക. ബാക്കി 30 ദിവസത്തിൽ 20 ദിവസം ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 ദിവസം റിവിഷൻ ചെയ്യാം. ഓക്കെ. 20 ടോപ്പിക്കുകളായിട്ടാണ് ഞാൻ ടൈം ടേബിൾ ചെയ്യുന്നത്. ഓക്കെ. അതിൽ ഒന്നാമത് കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കുക, ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ നോക്കുക. ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ട് കേരള ചരിത്രം പഠിക്കാൻ നോക്കുക. ഓക്കെ. 2 മണിക്കൂർ വെച്ചിട്ട് കേരള ചരിത്രം പഠിക്കുക. ഇനി അടുത്ത് ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. അതും 2 മണിക്കൂർ കൊണ്ട്. ലോക ചരിത്രം 2 മണിക്കൂർ. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ ഓരോ ദിവസം ഇതിൽ 20 ടോപ്പിക് ഉണ്ട്. നമ്മുടെ ചാലഞ്ച് 30 ദിവസത്താണ്. പക്ഷേ അതിൽ 20 ടോപ്പിക്ക് 20 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ നോക്കാം. ബാക്കി 10 ദിവസം റിവിഷൻ. ഓക്കെ. അങ്ങനെ പഠിക്കാൻ നോക്കാം. 20 ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞിട്ട്, അത് പൊതുവിജ്ഞാനത്തിൽ 20 ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് ബാക്കി 10 ദിവസം റിവിഷൻ ചെയ്യാൻ നോക്കുക ആ കാര്യങ്ങൾ. പൊതുവിജ്ഞാനം 20 എണ്ണം ഒരു ദിവസം വെച്ചിട്ടൊക്കെ. അതിൽ 20 എണ്ണമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലോകചരിത്രം, ഭൂമിശാസ്ത്രം, പിന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി, കേരള ഭൂപ്രകൃതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 20 എണ്ണമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഭൂമിശാസ്ത്രമൊക്കെ പ്രത്യേകിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ നോക്കുക. ഒരുപാട് കണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിശാസ്ത്രത്തിലുണ്ട്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഭൂപ്രകൃതിയിലും കേരള ഭൂപ്രകൃതിയിലും എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണ സംവിധാനങ്ങളും. സൗണ്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കണ്ട. തണുപ്പൊക്കെ അല്ലേ, മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബയോളജി 1, ബയോളജി 2, ബയോളജി 3 എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ബയോളജിക്ക് എത്ര മാർക്കാണ് വരുന്നത്? ബയോളജിക്ക് എത്ര മാർക്കാണ് വരുന്നത് ചോദിച്ചാൽ എത്രയാണ്? 6 മാർക്കുണ്ട് ബയോളജിക്ക് അല്ലേ? ഇത് ബയോളജി 1, ബയോളജി 2, ബയോളജി 3.
ബയോളജി 1 എന്ന് പറയുന്നത് മനുഷ്യത്തിലെ പൊതു അറിവ്. പിന്നെ ഏതാ, ജീവകങ്ങളും ധാതുക്കളും. രണ്ടാമത്തെ ബയോളജി എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും. മൂന്നാമത്തെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അങ്ങനെ 3ആയിട്ടാണ് നിങ്ങൾ അതിൽ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ കയ്യിലൊരു PDF, സിലബസിൻ്റെ PDF ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അടയാളപ്പെടുത്താം എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 30 ദിവസത്തെ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് 13 ഭൗതികശാസ്ത്രം. 13ാമത്തെ ദിവസം ഭൗതികശാസ്ത്രം പഠിക്കുക, 14ാമത്തെ ദിവസം രസതന്ത്രം പഠിക്കുക. അങ്ങനെ ആ ടൈം ടേബിളിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക ഏതൊക്കെയാണ് പൊതുവിജ്ഞാനത്തിൽ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ വരുന്നത് C ആണ്, പിന്നെ മാത്സ് വരുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ 5 ടോപ്പിക് ഉണ്ട്. ഇത് ഓരോ ടോപ്പിക് അനുസരിച്ച് പഠിക്കാൻ നോക്കാം, 30 ദിവസം അനുസരിച്ചിട്ടൊക്കെ. പിന്നെ ഭൗതികശാസ്ത്രത്തിന് 5 മാർക്ക്, ടോട്ടൽ 5 മാർക്കല്ല 3 മാർക്കാണുള്ളത്. ഓക്കെ, 3 മാർക്കുണ്ട്. അപ്പം അതങ്ങനെ പഠിക്കാം. ബയോളജിക്ക് പക്ഷേ 6 മാർക്കുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കായികം, സാഹിത്യം, കല, സംസ്കാരം. ഓക്കെ, അത് മുഴുവനായിട്ട് 5 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 5 മാർക്കിനാണ്. 5 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, കല, കായികം, സാഹിത്യം, സംസ്കാരം, അത് ഓരോ ടോപ്പിക്ക് അനുസരിച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓരോ ദിവസത്തെയൊക്കെ. പിന്നെ കമ്പ്യൂട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ. 3 മാർക്കാണ് വരുന്നത്. സുപ്രധാന നിയമങ്ങൾ അതുപോലെ തന്നെ 5 മാർക്കിനാണ് വരുന്നത്. അതും ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കാൻ നോക്കുക. ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് റിവിഷനുള്ള ടൈമുണ്ട്. അപ്പം റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി പഠിക്കാം. നമുക്ക് പഠിച്ചത് ഒന്നും കൂടി പഠിക്കാൻ നോക്കാം. നമ്മൾ കഴിയുന്നതും പഠിച്ചത് നല്ലോണം പഠിക്കാൻ നോക്കുക. വേറെ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ചത് എപ്പോഴും റിവിഷൻ ചെയ്ത് കാരണം റിവിഷൻ ചെയ്താലേ നമുക്ക് എക്സാമിന് അത് അനുയോജ്യപ്പെടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആനുകാലിക വിഷയങ്ങൾ ഒരുപാടുണ്ടല്ലേ. ആനുകാലികം ഒരുപാടുണ്ട് പഠിക്കാൻ. കാരണം 20 മാർക്കിന് വരുന്ന ഒരു ഭാഗമാണ് ആനുകാലികം. 2 ദിവസം കൊണ്ട് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അത് കഴിയില്ല മക്കളെ, കഴിയില്ല. പക്ഷേ നമ്മൾ ഈ 30 ദിവസം കൊണ്ട് ഒരു ആനുകാലികം വെച്ച് പഠിക്കുകയാണെങ്കിൽ, ഒരു ആനുകാലികം എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ആനുകാലികം, അത് പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക എങ്ങനെയാണ് നമുക്ക് ആനുകാലികം പഠിക്കുക എന്നുള്ളതൊക്കെ. ഒന്നാമത്തെ പദ്ധതികൾ ഒരുപാടുണ്ട് അല്ലേ. ഏതൊക്കെ പദ്ധതികളാണുള്ളത്? കേരളത്തിലെ പദ്ധതികളാണ് ഒരുപാട് പഠിക്കാനുള്ളത് നമുക്ക്. പിന്നെ നദികൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ. അതൊക്കെ എല്ലാം 2022 മുതലുള്ളതെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ അവാർഡ്സ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലും കേരളത്തിലും എല്ലാ തലത്തിലുള്ള നൊബേൽ ആൻഡ് ഓസ്കാർ എല്ലാം പഠിക്കണം നിങ്ങളൊക്കെ. പിന്നെ വരുന്ന നിയമനങ്ങൾ ഇപ്പം ഒരുപാട് നിയമനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പുതിയ ആളായിട്ടുണ്ട് അല്ലേ, S മണികുമാർ. അതൊക്കെ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതുപോലത്തെ ഒരുപാട് നിയമനങ്ങൾ ഈ അടുത്ത് നടന്നിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. പിന്നെ കായികം, ശാസ്ത്ര സാങ്കേതികത്തിലൊക്കെ നമ്മുടെ ചന്ദ്രയാൻ 3 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗഗൻയാൻ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം വന്ന് ആദിത്യ L1 ഒക്കെ പഠിക്കേണ്ടതാണ്. പിന്നെ ചുഴലിക്കാറ്റ്, ഡേ ആൻഡ് തീംസ്, ഓരോ ഡേക്കും ഓരോ തീമുണ്ട്. ആ ഡേ എപ്പോഴാണെന്ന്, ഏത് വർഷത്തിൽ ഏത് ദിവസമാണെന്നുള്ളത് അതും പഠിക്കുക. ഡേൻ്റെ ഡേറ്റും ആ ഡേക്ക് സംബന്ധിച്ച്. ഇപ്പോൾ പരിസ്ഥിതി ദിനമാണെങ്കിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഉണ്ടാവും, അത് പഠിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ 2022, 2023, 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പഠിക്കണം എന്നാട്ടോ ഞാൻ എഴുതിയത്. ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു സൂചകമാണ് അത്. ഞാൻ 12 അതിൽ എഴുതിയത്. പക്ഷേ 12 മാത്രമല്ല, 20ഓളം ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ യൂട്യൂബ് ചാനലിന് അപ്ലോഡ് ചെയ്യുന്നതാണ്. 12 വിഷയങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷേ 20ഓളം ടോപ്പിക്ക് ഞാൻ എഴുതണം. ഈ 2022, 2023, 2024 എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് മാത്സ് പിന്നെ ഒന്നും പറയാനില്ല. എത്ര മാർക്കിനാണ് മാത്സ് വരുന്നത്? 10 മാർക്കല്ലേ. 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. മാത്സ് നോക്കുക, ഞാനൊരു ചെറിയൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ അല്ല. അതുകൊണ്ട് നമുക്കറിയാം ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയുമാണ്. അങ്ങനെ 2 കാറ്റഗറൈസ് ആയിട്ടാണ് ഉള്ളതല്ലേ മാത്സ് ഉള്ളത്. അപ്പം എത്ര
നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാൻ നോക്കുക. പക്ഷേ ഞാൻ ഈ ഫോട്ടോയിൽ അത്ര ക്ലിയർ അല്ല, അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത്. ലഘുഗണിതം, മാനസിക, ആ ഒരു സംഭവമാണ് ഞാൻ റീസണിങ് എന്നിട്ട് എഴുതിയതൊക്കെ. അപ്പോൾ മാത്സിന് രണ്ടായിട്ട് തിരിക്കാം, ലഘുഗണിതം ആൻഡ് റീസണിങ്. ലഘുഗണിതം 12 എണ്ണവും റീസണിങ് 13 എണ്ണവും ഉണ്ട് പഠിക്കാൻ. ടോപ്പിക് വൈസ് അത്രയും പഠിക്കാണ്ട്. രണ്ടും കൂടിയിട്ട് എത്ര ഉണ്ടാവും? 25 എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, 25 ടോപ്പിക്സ് മാത്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 ഡേയ്സാണുള്ളത്. അതിൽ 25 ഡേയ്സ് മതി മാത്സ് പഠിക്കാൻ. ഒരു ടോപ്പിക് അനുസരിച്ചിട്ട് 25 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ബാക്കി 5 ദിവസം റിവിഷന് പോകാം. ഓക്കെ, അറിയാം. ടോപ്പിക്കൊക്കെ നിങ്ങൾ ആ PDF അല്ലെങ്കിൽ PDF നിങ്ങൾ മൊബൈലിൽ വെക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തിലാക്കാം, ഒരു ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ള സിലബസൊക്കെ. പിന്നെ ഇംഗ്ലീഷിൽ 2 ടൈപ്സാണ്, ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും. അത് ഇംഗ്ലീഷ് ഗ്രാമർ എത്രയുണ്ട്, വൊക്കാബുലറി എത്രയുണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് നോക്കി. ഇംഗ്ലീഷ് ഗ്രാമർ എത്രയുണ്ട് പറയൂ? ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങൾ കേട്ടോ, ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും. ഇംഗ്ലീഷ് ഗ്രാമർ 15 എണ്ണം പഠിക്കാനുണ്ട് അല്ലേ? 15 എണ്ണം ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വൊക്കാബുലറിയും. ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, നല്ലോണം പഠിക്കുക. വൊക്കാബുലറി എത്ര? 12 എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, ടോട്ടൽ 27 എണ്ണം പഠിക്കാനുണ്ട് നമുക്ക്. 27 എണ്ണം. ഓക്കെ, അത് 27 ദിവസം, 30 ദിവസം ഉണ്ട്. അതിൽ 27 ദിവസം ഒരു ടോപ്പിക്ക് അനുസരിച്ച് പഠിച്ചാൽ കൂളായിട്ട് 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. നമുക്ക് 10 മണിക്കൂറുള്ളത് 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി മലയാളത്തെ പറ്റി പറയുകയാണെങ്കിൽ 13 എണ്ണം അല്ലേ? 13 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 13 ടോപ്പിക്സും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും മലയാളം. കാരണം മലയാളത്തിന് കുറച്ച് ദിവസങ്ങൾ മതി. പക്ഷേ മലയാളം അങ്ങനെ ഇങ്ങനെയും പഠിച്ചിട്ട് കാര്യമില്ല, എഴുതി പഠിക്കാൻ നോക്കുക. ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ പഠിക്കാൻ. പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുക, അങ്ങനെ ഒരുപാട് 13 ടോപ്പിക്സോളം മലയാളത്തിലുണ്ട്. അത് ഒരു ദിവസം വെച്ച് പഠിക്കുക, ഒരു ടോപ്പിക്ക് ഒരു ദിവസം. അങ്ങനെ നമുക്ക് 30 ഡേയ്സ് കൊണ്ട് നമുക്കായിട്ടൊരു ചലഞ്ച് എടുക്കാം. നമുക്കായിട്ടൊരു ചലഞ്ച് ഇട്ടാലേ നമുക്ക് വിജയിക്കാനാവുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ 20 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, 20 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ LDC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യുക. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ ആവറേജ് മനസ്സിലാവും എത്ര ഉണ്ട് എന്നുള്ളത്. അത് 2020 മുതൽ 2020 മുതൽ 2024 വരെയുള്ളത്. ഓക്കെ, 2024 വരെയുള്ളത് പഠിക്കാൻ നോക്കുക. ഏത്? 20 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള നമ്മളെന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് പിന്നെ ആൻസേഴ്സ് പഠിക്കാൻ നോക്കുക. ഈ ആൻസേഴ്സ് പഠിക്കുമ്പോൾ എന്താക്കാം, ഇപ്പോൾ ടോപ്പിക് വൈസ് ഞാൻ നെക്സ്റ്റ് ചെയ്ത് ടോപ്പിക് വൈസാണ്. ടോപ്പിക് വൈസ് നിങ്ങളുടെ റാങ്ക് ഫയൽ പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് ടോപ്പിക്കിൻ്റെ ഒരു 20ഓളം അല്ലെങ്കിൽ 100ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചാലും മതില്ല. വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കണം. നമ്മളിപ്പോൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ടോപ്പിക്കിൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻസ് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് ആൻസറിൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഒരു വന്ന് 2ാം പഞ്ചവത്സരത്തി മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ 2ാം പഞ്ചവത്സരത്തിൽ മാത്രമല്ല, പഞ്ചവത്സരത്തിൽ ഫുൾ അങ്ങോട്ട് പഠിക്കുക. അങ്ങനെ തന്നെ. ഓക്കെ, പിന്നെ മാത്സ് അറിയാലോ. മാത്സ് പിന്നെ എഴുതി പഠിക്കുക. നമ്മൾ ചിലർ വായിച്ച് പഠിച്ചാലും തലയിൽ കയറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത് പഠിച്ചാലേ എങ്ങനെയാണ് കിട്ടുന്ന റീസണിങ് ഒക്കെ അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് മലയാളമൊക്കെ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 30 ദിവസം കൊണ്ട് ടോപ്പിക്കും തീർക്കാം, റിവിഷനുമാകും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.